അച്ഛനും ഏട്ടനും അനിയനും ഒക്കെ പോയി കഴിഞ്ഞതേ പുറത്തേക്ക് ഇങ്ങനെ ഒരു നോക്കി ഇരിപ്പുണ്ട്. പിന്നെ അതേ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് എല്ലായിടത്തേക്കും ഒന്ന് കണ്ണൊടിച്ച് നോക്കൂട്ടോ. വല്ലാത്തൊരു ഫീലാണ്. അനിയൻ മലയ്ക്ക് പോകാൻ നോലുമ്പ് എടുത്തിരിക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ പച്ചക്കറി ആയിരിക്കും ഭക്ഷണം എല്ലായ്പ്പോഴും. അപ്പോൾ അതേ നമ്മുടെ മുളക് കൊണ്ടാട്ടത്തിനൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും അല്ലേ. അപ്പോഴാണ് അച്ഛമ്മ അതാ കുറച്ചധികം തന്നെ മുളക് കൊടുന്നു കേട്ടോ. അപ്പം തന്നെ ഇതാ നമ്മുടെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് ഞാനത് നല്ലതും ചീത്തതും വേർതിരിച്ചെടുക്കുക കേട്ടോ. ഒരു കാര്യം തയ്യാറാക്കാൻ തീരുമാനിച്ചാൽ പിന്നെ എന്തിനാ അത് നീട്ടി വെക്കുന്നത് അല്ലേ. കുറച്ചധികം വെള്ളത്തിൽ തന്നെ അത് 2-3 തവണ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ നടു നന്നായിട്ട് കീറി കൊടുക്കുക. നല്ല ഉപ്പും തൈരൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരെണ്ണം പോലും വിടാതെ എല്ലാം നടു കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ വെള്ളം ഒന്ന് വലിയ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിലത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അധികം താമസിക്കാതെ തന്നെ ഞാനത് എടുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ കുറച്ച് തൈരും ഉപ്പും കൂടിയിട്ട് കലക്കിയിട്ട് നമ്മളത് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ കൊണ്ട് അളക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം അങ്ങനെ തന്നെ തൈരിൽ വെച്ച ശേഷം നമുക്ക് നാളെ മറ്റന്നൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്ത് വെയിലത്ത് ഉണക്കാവുന്ന കേട്ടോ.